നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമുക്ക് കുറെ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു പ്രശ്നമായിരുന്നു. നമ്മുടെ PC ജോർജ് ഒരു പരാമർശം നടത്തുകയും വിവാദ പരാമർശമാവുകയും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം റദ്ദാക്കുകയൊക്കെ ചെയ്യുന്ന കുറെ വിഷയങ്ങൾ. അതിനുശേഷം എപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങിയെന്ന് അറിയില്ല. അത് നമ്മുടെ ഈ വെഞ്ഞാറമ്മൂടും പല വിഷയങ്ങൾ വന്നപ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോയി, നമ്മളാരും അത് ശ്രദ്ധിച്ചുമില്ല. അപ്പൊ അതില് ഈ PC ജോർജ് അന്ന് പറഞ്ഞൊരു വിവാദ പരാമർശം എന്ന് പറഞ്ഞാല് ഈ ജനൻ ടി വിയിൽ എന്തോ പറഞ്ഞ സമയത്ത് വന്നൊരു സംഭവമാണ്. അതായത് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്കും തോന്നിയില്ല. ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തിരുന്നു, PC ജോർജ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പൊ PC ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു ലീഗ്, ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്ന ആ ലീഗ് നിൽക്കുകയും PC ജോർജിന് ഉണ്ടായിരുന്ന ആ ഒരു സീറ്റിന്റെ സംവരണം അവരെടുത്ത് കളയുകയും അല്ലെങ്കിൽ PC ജോർജിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും PC ജോർജിന് വോട്ട് കൊടുക്കണ്ട, ഇനി PC ജോർജിനെ ജയിപ്പിക്കണ്ട എന്നൊരു തീരുമാനം വരികയും മറ്റുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നിലകൊള്ളുകയും ചെയ്തതിന്റെ ഫലമായിട്ട് PC ജോർജ് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. വീണ്ടും PC ജോർജ് ജാമ്യത്തിന് പുറത്തു വന്നു. ഇതിനു മുൻപും പലതവണയും PC ജോർജിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PC ജോർജ് അത് പുറത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം PC ജോർജ് പുറത്തു വരുന്നു, PC ജോർജിന്റെ പിടിപാടുകൾ കൊണ്ട് PC ജോർജ് പുറത്തു വരുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ലവ് ജിഹാദിന്റെ ഒരു വിഷയം, അതായത് ലവ് ജിഹാദ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് കാണുന്നത്. വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടി ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന സംജ്ഞ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുസ്ലിം പുരുഷന്മാര് അമുസ്ലിം സ്ത്രീകളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ വിമർശിക്കുന്ന ഒരു പേരാണ് ലവ് ജിഹാദ്. ഈ ലവ് ജിഹാദിനെ പറ്റിയാണ് നമ്മുടെ PC ജോർജ് ഒരു പരാമർശം നടത്തുകയുണ്ടായത്. ആ പരാമർശം നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. PC ജോർജ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യത്തിലാണ് ഉള്ളത്. BJP നേതാവ് വീണ്ടും വിവാദ കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. അദ്ദേഹം ലവ് ജിഹാദ് തന്നെയാണ് വീണ്ടും വിഷയമാക്കുന്നത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്നും ഈരാറ്റുപേട്ടയിൽ കണ്ടെത്തിയ സ്ഫോടക ശേഖരം കേരളം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എന്നുമുള്ള പരാമർശമാണ് വിവാദമായത്. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി G ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അതിനു മുൻപ് PC ജോർജിന്റെ ഈ പ്രസംഗം, ഈ വിവാദ ഭാഗം ഒന്ന് കേൾക്കാം. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചിൽ താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്, ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച് വയസ്സ് 25, ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സരെ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ച് ആ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അവ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ മനുഷ്യൻ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പെട്ടെന്ന് ആദ്യം തോന്നുന്ന ചോദ്യം അതാണ്. ഇല്ല, നമ്മളിപ്പോ കണ്ടത് PC ജോർജ് നടത്തിയ പരാമർശത്തിന്റെ കുറെ കട്ട് ചെയ്തിട്ടുള്ള വേർഷൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന PC ജോർജ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കുറച്ചധികം ആളുകൾ ലവ് ജിഹാദിൽ പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ ഉണ്ട്. 400-ൽ പരം ആളുകൾ പോയിട്ടുണ്ട്, സ്ത്രീകൾ പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ആവശ്യം, ആ മാധ്യമ പ്രവർത്തകർ പറയുന്നത് കേട്ടില്ലേ, PC ജോർജ് ഈ മനുഷ്യന് ഇത് എന്താണ് പറയുന്നത്? ഈ മനുഷ്യന് ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഈ പറയുന്ന PC ജോർജ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടതിന് പകരമായിട്ട് PC
ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് വളച്ചൊടിച്ച് മറ്റുള്ള രീതിയിലാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ധർമ്മമായി മാറിയിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രശ്നങ്ങളിലും നമ്മൾ കണ്ടതാണ്. PC ജോർജ് അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാടുകളാണ് തുറന്നടിച്ചത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല PC ജോർജ് പറഞ്ഞത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു പക്ഷേ ശരിയായിരിക്കും. ഈ പറയുന്ന മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിങ്ങളുടെ ലീഗിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ കാരണം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കാരണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് PC ജോർജ് മനസ്സിലാക്കിയത് കൊണ്ടാണ് PC ജോർജ് അതിനെപ്പറ്റി പറയുന്നത്. ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ ജാതിയിലും ഇവർക്ക് ഈ പറയുന്ന ഓരോരോ സംഘടനകളുണ്ട്. ആ സംഘടനകൾ അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അതിൽ നല്ല കാര്യങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. അതിൽ വ്യക്തിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കുക, ഒരു വ്യക്തി മാത്രം ജയിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം എടുക്കുക, ഇതൊന്നും അതിനകത്ത് എത്ര ലോജിക്കുള്ള കാര്യമാണെന്ന് നമുക്കറിയില്ല. എന്താണ് PC ജോർജ് ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ ഞാൻ ഈ ഫുൾ വീഡിയോ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങളൊന്ന് സംസാരിക്കാം. 28, 29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കയില്ല. എന്നാ അതിന്റെ ശമ്പളം പോരാട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ അതിന്റെ ക്ലിപ്പുകൾ ഓരോരോ സൈഡ് കട്ട് ചെയ്ത് PC ജോർജ് വിവാദ പരാമർശം നടത്തി എന്നുള്ള ഓരോരോ പോർഷൻസ് ആണ് കട്ട് ചെയ്തിരുന്നത്. ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? PC ജോർജ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലെങ്കിൽ PC ജോർജ് വീണ്ടും വിവാദ പരാമർശങ്ങൾ നടത്തി സ്റ്റേഷനിലല്ല ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? PC ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം. PC ജോർജ് ഇരട്ടച്ചങ്ങൻ എന്നൊക്കെ പറഞ്ഞൊരു താളം വിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടത്തിൽ വരുന്ന ആളല്ല PC ജോർജ്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും എവിടെയും വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യവും ആർജവും ഉള്ള ഒരു വ്യക്തി കൂടിയാണ് PC ജോർജ്. അതുകൊണ്ട് എനിക്ക് PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടമാണ്. PC ജോർജ് ഈ കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രത്യേക താല്പര്യം നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതായിട്ട് നമുക്ക് തോന്നാം. കാരണം തോന്നുന്നത് മാത്രമല്ല, അതാണ് സത്യം. ഇതിനു മുൻപും പരാമർശം നടത്തിയ സമയത്ത് PC ജോർജ് പറഞ്ഞത് ഒരാൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, അതിനെ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ എടുത്തുകൊണ്ട് കേസാക്കാനായിട്ടൊരു സംഘടന പോകുന്നു, അതിന്റെ കൂടെ മാധ്യമങ്ങൾ നിൽക്കുന്നു, അതിന്റെ കൂടെ പോലീസ്, കോടതി, എല്ലാം ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കോടതിക്ക് സത്യം മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കണമല്ലോ കോടതി PC ജോർജിന് ജാമ്യം കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയും PC ജോർജ് പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ട് എനിക്കിതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം PC ജോർജ് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ PC ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അന്വേഷിക്കാതെ PC ജോർജ് പറയുന്നതിനെ എല്ലാം ഒരു വിവാദ പരാമർശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പോലീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോടതിയിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത്. എന്താണ് മാധ്യമധർമ്മം? PC ജോർജ് അയാൾക്ക് ഈ ഒരു പ്രായത്തിൽ അയാളുടെ മക്കളെ എല്ലാം കെട്ടിച്ചു വിടേണ്ട സമയം കഴിഞ്ഞാൽ കെട്ടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് സ്വൈര്യ ജീവിതം അനുഭവിച്ചിരിക്കേണ്ട ഒരു വ്യക്തി ഇങ്ങനെ കേസുണ്ടാക്കി കോടതി പോയി കിടക്കാനായിട്ട് ആഗ്രഹിക്കുമോ? ഒരു സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാം. വെറുതെ ഒരു പരാമർശം നടത്തി സ്റ്റേഷനിൽ പോയി അവിടെ പോയി കിടക്കേണ്ട ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു മനുഷ്യനും ഉണ്ടാവത്തില്ല. ജയിലിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും, പ്രത്യേകിച്ച് PC ജോർജിനെ പോലുള്ള വ്യക്തിയൊക്കെ. അപ്പൊ PC ജോർജ് എന്തുകൊണ്ട് ഈ പരാമർശം നടത്തി? PC ജോർജ് പറഞ്ഞതിൽ ഈ ലവ് ജിഹാദിൽ 400-ലധികം പെൺകുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ സത്യാവസ്ഥ എന്നുള്ളത് അന്വേഷിക്കേണ്ടതിന് പകരം PC ജോർജിനെ ഒരു പഴിചാരിക്കൊണ്ട് PC ജോർജ് പറയുന്ന എല്ലാം തെറ്റാണ്, ഇയാൾ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതെവിടെയോ വെള്ള പൂശാനുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുകയുള്ളൂ. ഇപ്പൊ PC ജോർജ് പറഞ്ഞ സത്യമാണ്. ഓരോ പള്ളികളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഈ ലവ് ജിഹാദിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാസ എന്ന് പറയുന്ന ഒരു സംഘടന മുന്നിലേക്ക് വന്നിട്ടുണ്ട്. PC ജോർജ് പറയുന്നത് വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അത് മാധ്യമങ്ങൾ വെള്ളം പൂശിക്കൊണ്ട് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിലേക്ക് ആക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ലാതെ PC ജോർജ് പറയുന്ന വാക്കുകളല്ല. PC ജോർജിന്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആർക്കും ഒരു വിവാദ പരാമർശമായിട്ട് തോന്നത്തില്ല. PC ജോർജ് സത്യം വിളിച്ച് പറയുന്നു. അത് കട്ട് ചെയ്ത് പാട്ട് അതിനകത്തൊരു മ്യൂസിക് ഒക്കെ ഇടുമ്പോൾ അതൊരു വിവാദ പരാമർശമായിട്ട് മാറും. അത് ആക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമത്തിന്റെ ധർമ്മമായി മാറിയിരിക്കുകയാണ്. മാധ്യമം ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, ആർക്കോ വേണ്ടിയിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിന്റെ ഫലമായിട്ട് PC ജോർജിനെ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ പൊതുപ്രവർത്തനത്തിൽ ഇനി നിർത്തരുതെന്നും PC ജോർജ് അതിന് അർഹനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെയും കുറെ വിഷയങ്ങൾ വന്നു, ഇപ്പോഴും വന്നു. PC ജോർജ് എന്തൊക്കെ പറഞ്ഞാലും PC ജോർജ് ഇപ്പം ജാമ്യം കിട്ടുമെന്നാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ വാക്കുകൾ തിരിച്ചടിക്കണം അല്ലെങ്കിൽ ഈ വാക്കുകൾ എടുത്തിടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, സത്യം വിളിച്ച് പറയണമെന്നുള്ള ഒരൊറ്റ ബോധ്യത്തോടുകൂടി അദ്ദേഹം ചെയ്തിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിവില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. എന്തൊരു കഷ്ടമാണ് മാധ്യമങ്ങളുടെ ധർമ്മത്തെ പറ്റി ഓർക്കുമ്പോൾ. ഇത്രയും അധപ്പതിച്ച മാധ്യമ ധർമ്മം നമ്മുടെ കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അയാളെ വായെന്ന് വീഴുന്ന നോക്കി